അനാസ്ഥ തുടരുകയാണ് എന്നതാണ് എൻ്റെ അഭിപ്രായം. അത് കേവലം ഡോക്ടേഴ്സിന്റെ മാത്രം അനാസ്ഥയാണ് എന്ന് നമ്മൾ ചുരുക്കി കാണേണ്ടതില്ല. കാരണം ഈ ശസ്ത്രക്രിയ ചെയ്യുന്ന ഡോക്ടർമാർക്ക് അവർക്ക് ഓവർലോഡാണ്. അവർക്ക് കിട്ടുന്ന ശസ്ത്രക്രിയകളുടെ എണ്ണം നോക്കൂ. ആ കൈവിരൽ ന് പകരം നാവിൽ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർക്ക് അന്ന് 15-ലധികം ശസ്ത്രക്രിയയാണ്. അതും തുടർച്ചയായി നാവിനുള്ള ശസ്ത്രക്രിയ ചെയ്തതിന് ശേഷമാണ് അടുത്തതായി ഈ കുട്ടിയെ പ്രവേശിപ്പിക്കുന്നത്. അപ്പോൾ കൃത്യമായി ആ ഡോക്ടറിനെ ബ്രീഫ് ചെയ്യാത്തതാണോ അതോ ഈ വർക്ക് പ്രഷർ എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ശസ്ത്രക്രിയ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ അവധാനതയോടെ ചെയ്യേണ്ട, പൂർത്തിയാക്കേണ്ട സങ്കീർണമായ ഒരു പ്രക്രിയയാണ്. ആ പ്രക്രിയയ്ക്ക് വരുന്ന ഒരു ഡോക്ടറിന് അതിനാവശ്യമായിട്ടുള്ള ഒരു മനസാന്നിധ്യം കിട്ടാത്ത തരത്തിൽ അത്രയും വർക്ക് ലോഡ് കൂടുമ്പോൾ അത് അവരെ ബാധിക്കുന്നുണ്ടാകാം. അങ്ങനെയുള്ള ഒരു ലാർജർ പെർസ്പെക്റ്റീവിൽ ഈ വിഷയത്തെ നമ്മൾ കാണേണ്ടതുണ്ട്. പിന്നെ ആശുപത്രിയുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഡോക്ടേഴ്സിന്റെ ഭാഗത്ത് നിന്ന് രോഗിക്ക് നേരിടുന്ന ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അതൊരു അനാസ്ഥയായി മാറുമ്പോൾ ഈ സാങ്കേതിക പിഴവെന്നോ അല്ലെങ്കിൽ ഡോക്ടേഴ്സിന്റെ സമ്മർദ്ദം മൂലം അവർക്കുണ്ടായതെന്നോ കരുതി നമ്മൾ ന്യായീകരിക്കാൻ നോക്കുമ്പോൾ മറുഭാഗത്ത് നിൽക്കുന്ന അതർ എഡ്ജിൽ നിൽക്കുന്നത് നോക്കൂ. അവിടെ ഒരു 4 വയസ്സുകാരിയാണ്. അപ്പോൾ ആ കുട്ടിക്ക് ആറാം വിരലിന്റെ ഭാഗത്തുള്ള ഒരു മാംസക്കഷണം അത് മുറിക്കുന്നതിന് പകരം എങ്ങനെ നാവിലേക്ക് ഈ ശസ്ത്രക്രിയ എത്തുന്നു എന്നുള്ളിടത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. മാതാപിതാക്കളെ അറിയിച്ചില്ല. ആ കുഞ്ഞിന് ആ നാവിനും ശസ്ത്രക്രിയ വേണ്ടതായിരുന്നു എന്ന് ബ്രീഫ് ചെയ്യാമായിരുന്നു. ബ്രീഫ് ചെയ്തിട്ട് അത് ചെയ്തിരുന്നെങ്കിൽ നമുക്കതിനെ ന്യായീകരിക്കാമായിരുന്നു. ഇവിടെ ആ ബ്രീഫിംഗ് മാതാപിതാക്കൾക്ക് കിട്ടിയിട്ടില്ല. മാത്രമല്ല മാതാപിതാക്കൾ ഇപ്പോൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരോട് ഇക്കാര്യത്തിൽ തങ്ങൾക്ക് പരാതിയില്ല എന്ന മട്ടിൽ സംസാരിക്കണം. അതായത് ഈ ഡോക്ടറിനെ രക്ഷിക്കണം. ഡോക്ടറുടെ മൊഴിയെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ അന്വേഷണം നടക്കുന്നതിനിടയിൽ അങ്ങനെ ഒരു ക്യാൻവാസിംഗ് കൂടി മറുഭാഗത്ത് നടക്കുന്നുണ്ടെങ്കിൽ അതൊരു ഗുരുതരമായ സാഹചര്യമാണെന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും ഇപ്പോൾ ഈ കൈയുടെ എല്ല് പൊട്ടിയ യുവാവിന്റെ കയ്യിൽ കമ്പി മാറിപ്പോയി. അതിൽ ആശുപത്രി പറയുന്നതാണ് ശസ്ത്രക്രിയ നടത്തിയതിൽ പിഴവില്ല. ഇവരെടുക്കുന്ന സ്റ്റാൻഡ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇങ്ങനൊരു വിഷയം ഉണ്ടാകുമ്പോൾ തെറ്റുപറ്റിയെന്ന് ഏറ്റു പറയുന്നതിന് പകരം ആ ശസ്ത്രക്രിയ നടത്തിയതിൽ ഞങ്ങൾക്ക് തെറ്റിയിട്ടില്ല എന്ന് പറയുകയും പ്രതിഷേധം കനത്ത് കഴിയുമ്പോൾ ഡോക്ടറോട് വിശദീകരണം ചോദിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ തുടർച്ചയായി കാണുന്നുണ്ട്. നാവിൽ ശസ്ത്രക്രിയ നടത്തിയതിന്റെ മൂന്നാമത്തെ തേർഡ് ഡേ ആണ് ഈ പുതിയ പരാതി. മെയ് 11-ാം തീയതിയാണ് ഇയാൾക്ക് ബൈക്ക് അപകടം ഉണ്ടാകുന്നത്. അതിനുശേഷം ബീച്ച് ജനറൽ ആശുപത്രിയിൽ ആദ്യം കൊണ്ടുപോകുന്നു. അതിനുശേഷം അന്ന് രാത്രിയിലാണ് മെഡിക്കൽ കോളേജിലേക്ക് ഈ അജിത്തിനെ കൊണ്ടുവരുന്നത്. എല്ല് പൊട്ടിയ കയ്യിൽ കമ്പിയിടാനായിട്ടുള്ള ശസ്ത്രക്രിയ ഇന്നലെ ഉച്ചയ്ക്ക് കഴിയുന്നു. എക്സ്റേ എടുത്തപ്പോഴാണ് ഓർത്തോ വിഭാഗത്തിലെ ഡോക്ടർക്ക് ഈ ശസ്ത്രക്രിയയിലെ പിഴവ് മനസ്സിലാകുന്നത്. വീണ്ടും ശസ്ത്രക്രിയ നടത്തണം എന്ന് പറയുന്നു. അതൊരു പിഴവാണ്. മറ്റേ കുട്ടിയുടെ കാര്യത്തിൽ നമുക്ക് ഈ 15-ലധികം ശസ്ത്രക്രിയകൾ എന്നുള്ളൊരു വാദം എടുക്കാമെങ്കിലും ഇവിടെ ഈ കാര്യത്തിൽ ഒരു അനാസ്ഥയുണ്ടായി എന്നുള്ളത് പ്രഥമദൃഷ്ട്യാ വ്യക്തമായ ഒന്നാണെന്നാണ് ഞാൻ കരുതുന്നത്. ഹർഷനയുടെ കാര്യം എത്രയോ വർഷങ്ങളായി നീതി നിഷേധത്തിന് അവർ പലതരത്തിൽ അതിനുവേണ്ടി പോരാടുന്നു. നമ്മൾ തന്നെ പലതവണ വാർത്തയാക്കിയതാണ്. അപ്പോൾ ആശുപത്രിക്ക് കുറച്ചുകൂടി നമ്മൾ ഏറ്റവും വിശ്വസിച്ചാണ് ഒരു ഡോക്ടറുടെ അടുത്തേക്ക് ചെല്ലുന്നത്. ഡോക്ടേഴ്സിന് എല്ലാവരും ഇങ്ങനെ പിഴവ് പറ്റുന്നവരാണെന്നോ മെഡിക്കൽ കോളേജ് ആശുപത്രികൾ മോശമാണെന്നോ നമ്മൾ പറയേണ്ടതില്ല എന്നുള്ളതാണ് എൻ്റെ ഇക്കാര്യത്തിൽ അഭിപ്രായം. കാരണം ഏറ്റവും കൂടുതൽ സാധാരണക്കാർ ചെല്ലുന്നത് മെഡിക്കൽ കോളേജ് ആശുപത്രികളിലേക്കാണ്. അവിടെ ഉണ്ടാകുന്ന ഒരു ചെറിയ വീഴ്ച പോലും പർവ്വതീകരിച്ച് കാണിക്കാൻ മറുഭാഗത്ത് സ്വകാര്യ ലോബി നിൽക്കുന്നുമുണ്ട്. അപ്പോൾ ഈ അനാസ്ഥ തന്നെയാണ്. ഈ അനാസ്ഥ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ വേണം എന്ന് വെച്ച് നമ്മൾ ആ സംവിധാനത്തെ ആകെ പഴിക്കാനും പാടില്ല എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ എൻ്റെ അഭിപ്രായം. Meet the editors.